ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ 6:30 ആയപ്പോഴത്തേക്കാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബക്രീദിന്റെ അവധിയാണ്, വെള്ളിയാഴ്ച. അപ്പൊ രാവിലെ പിള്ളേരെ ഞാൻ വിളിച്ചില്ല, കാരണം എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കുന്നില്ല. ഇന്ന് അവിടെ കടന്നോട്ടെന്ന് കരുതി, രണ്ടും നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി. എനിക്ക് പീരീഡ്സ് ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ കുളിക്കും. എല്ലാ മാസം അങ്ങനെ കേട്ടോ. അപ്പൊ ഞാൻ കുടിക്കാനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്കൂളുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സ്കൂൾ വിട്ട് വരുമ്പോ തന്നെ വൈകിട്ട് ഇവരെ രണ്ടുപേരെ ഡ്രസ്സ് ഞാൻ കഴുകിയിടും. പിന്നെ വൈകുന്നേരം ഞാൻ കുളിച്ചു മാറുന്നതും കഴുകിയിടും. അപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ കുളിച്ചു മാറുന്നത് മാത്രമേ അലക്കാൻ കാണുള്ളൂ. പിന്നെ ഏട്ടന്റെ ഡ്രസ്സ് മാത്രമായിട്ടേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ തലേന്ന് അലക്കിയിട്ടതെല്ലാം വെയിൽ ഒളിക്കാൻ ഇട്ടേ. വെയില് ഇപ്പം ജൂൺ തുടങ്ങിയ ശേഷം വലിയ മഴയില്ല, എന്നാലും ഇട ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. അപ്പൊ വെയിൽ വന്നുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എടുത്തിട്ടു. എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ മഴ വരുന്നത്. രാവിലെ തന്നെ ഞാൻ തുണിയെല്ലാം ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ദിവസങ്ങളിൽ എനിക്ക് രാവിലെ അലക്കാനും മടിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വൈകിട്ട് കഴുകിയിടും. അപ്പൊ എനിക്ക് രാവിലെ അത്രയും പണി കുറവാണ്. അടുക്കളയിലെ പണി മാത്രം അപ്പം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഒരു 9-10 ആകുമ്പോഴത്തേക്ക് കല്ലിന്റെ അവിടെ നല്ല വെയിലും കാരണം പിന്നെ അലക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ തുണിയെല്ലാം അങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടു. പിന്നെ തമ്പുരൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാമറ ഇട്ട് അനക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ തുണിയെല്ലാം ഞാൻ വിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി. അപ്പോ കുറച്ചു നേരം അവളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ തീ അണഞ്ഞു കിടക്കുകയായിരുന്നു, അതൊക്കെ ഒന്ന് കത്തിച്ചിട്ട് പിന്നെ പുട്ടിനുള്ള വെള്ളവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിന്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നനച്ചിട്ട് പുട്ടിനുള്ള വാരി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാലും കാപ്പി ഉണ്ടാക്കാന്ന് വെച്ചാൽ അവള് എന്നും പിള്ളേര് കാപ്പിയൊന്നും കുടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ ബ്രൂ കാപ്പി, പാലും കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കൊടുക്കത്തില്ല. പിന്നെ ദേവന് നമ്മള് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ കൊടുത്ത് ശീലിച്ചിട്ട് അവൻ ഇപ്പൊ ഒരു ശീലമായിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കാപ്പി ചോദിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു, ഇടയ്ക്ക് വെച്ച് കുടിക്കത്തേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ കുറെ ആയിട്ട് കാപ്പി കുടിക്കും. അപ്പൊ ഞാൻ പിള്ളേരിൽ ആ ശീലം വളർത്തിയെടുക്കുന്നില്ല, കാരണം കാപ്പി കുടിക്കുന്ന ഒട്ടും നല്ലതല്ലല്ലോ. എന്ന് വെച്ചാൽ എല്ലാരും കുടിക്കുന്ന അങ്ങനെ ദോഷമൊന്നല്ല, വെറുതെ ആവശ്യമില്ലാത്തൊരു ശീലം വളർത്തിയെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഇടയ്ക്കൊക്കെ കുടിക്കാലോ. പിന്നെ അങ്ങനെ കാപ്പിയൊക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു, അത് ഊറ്റുമായിരുന്നു. കാരണം ഞാൻ എഴുന്നേറ്റ് വന്നില്ല, 6:30 ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ വേവുന്ന അരിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് അത് ഞാൻ ഊറ്റി. പിന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളവും നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്, അതും എടുത്തു വെച്ചു. ചോറും പിന്നെ കുടിവെള്ളവും പിന്നെ ചട്ടിക്കകത്ത് വെക്കുന്ന എന്തെങ്കിലും മീൻകറി ഉണ്ടെങ്കിൽ അതും നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കറികളും കാപ്പി അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ ഗ്യാസിൽ വെക്കാറുള്ളൂ. പിന്നെ നമ്മുടെ പുട്ടിനുള്ള മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പാലും കാപ്പി ഇട്ട് പിന്നെ ഞാൻ അച്ഛനും തമ്പുരൂനും ഒക്കെ കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കാന്ന്. പിന്നെ ഈ ചോപ്പർ ഉള്ളത് കൊണ്ട് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട്, മുട്ടക്കറിന്ന് മാത്രമല്ല തോരൻ കറിയൊക്കെ വെക്കാനായിട്ട് എനിക്കിപ്പോൾ എളുപ്പം. മറ്റേത് ഞാൻ തലേന്ന് അരിഞ്ഞു വെക്കും, സ്കൂളൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ. അല്ല, അരിയുന്ന സമയം കുറെ അങ്ങ് പോകത്തില്ലേ. അപ്പൊ ചോപ്പർ മേടിച്ചതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സവോളയൊക്കെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് 4 പീസാക്കി ഇങ്ങനെ 4-5 പീസൊക്കെ ആക്കി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ 2 വലിയ വലിക്കുമ്പോഴത്തേക്ക് അത് ആയിക്കോളും. അപ്പൊ ലാസ്റ്റ് എന്നാ മുട്ടക്കറി വെക്കാന്ന് വെച്ചു, കാപ്പിയും കൂടെ ആക്കിയ ശേഷം. മുട്ട വെന്ത് വെച്ചേക്കുവാണല്ലോ. അപ്പം കാപ്പിയിട്ട് എല്ലാവർക്കും കൊടുത്ത ശേഷം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചു. ഏട്ടന് നൈറ്റ് ആയിരുന്നു, അപ്പോൾ ഏട്ടൻ രാവിലെ വരും. രാവിലെ എന്ന് പറഞ്ഞ ഒരു 10 ആവും, ചിലപ്പോൾ 11 ആവും. ഏട്ടന്റെ ഒരു ടൈമിങ് അനുസരിച്ചായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം തമ്പുരൂട്ടം വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനിടയില്. അങ്ങനെ കാപ്പിയൊക്കെ ഇട്ട ശേഷം ഞാൻ പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ പോയി ഇരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല കാലുവേദനയും നടുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ആ വേദനയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാനും അവരുടെ കൂടെ പോയി കാപ്പിയും കുടിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട്
ഞാൻ മുട്ടക്കറിക്കുള്ളത് അത് ഞാൻ ചോപ്പറിനകത്തൊന്ന് വലിച്ചെടുക്കുകയായിരുന്നേ. കുറച്ച് മതി, കാരണം ദേവൂട്ടന് കറി അങ്ങനെ വേണ്ട. തമ്പുരൂട്ടി അങ്ങനെ ഇത്തിരി ചാറ് കൂട്ടിയാലേ ഉള്ളൂ. മുട്ടയെ അവള് കഴിക്കത്തില്ല, ദേവു മുട്ട കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ മുട്ടക്കറി എല്ലാം അടുപ്പത്താക്കുമായിരുന്നു. മുട്ടക്കറിയുടെയും ഇതിന്റെ വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇടാവേ. അപ്പൊ അതാണ്ട് സവോളയൊക്കെ വഴണ്ടി വന്നു. അവസാനം മുട്ടക്കറി ആയിട്ടുണ്ട്. മുട്ടയെല്ലാം ഞാൻ പൊളിക്കുകയാണ് കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്ന് പൊളിച്ചിടുകയായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നിന്ന് എനിക്ക് ചെയ്യാം, പക്ഷെ ഒരു വാക്കില്ല. അവിടെ ഇരുന്നാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വാക്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ, അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരെ രണ്ടുപേരെയും കുളിപ്പിച്ച ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. പുട്ടും മുട്ടക്കറിയാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2-3 ഒക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 6-7 അതുണ്ടായിരുന്നു. അതും കൂടെ ചുട്ടു വെച്ചു. കാരണം പുട്ട് വേണ്ടവര് പുട്ട് കഴിക്കട്ടെ, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കട്ടെ എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചത്തേക്കുള്ള മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ തോരനും എന്തെങ്കിലും ചാറുകറി ആക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സോയാബീൻ ഉണ്ടായിരുന്നു, അത് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ശകലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരനും ആയിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഉണ്ടാക്കി. അപ്പം അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അപ്പൊ ബാക്കി പണിയിലേക്കൊക്കെ കടക്കാന്ന് വെച്ചു. അപ്പൊ അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. പിറ്റത്ത് കണ്ടാൽ തന്നെ അറിയാം, നല്ല പൊരി വെയിലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് കൊട്ടയിലെ തുണിയെല്ലാം അതേപടി ഇരിക്കില്ലേ, അപ്പൊ തണുപ്പും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഇതായിട്ടിരിക്കല്ലേ എന്ന് കരുതി ഒന്ന് ചൂടാക്കാന്ന് വെച്ചു കേട്ടോ. പിള്ളേരുടെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് അതൊക്കെ ഒന്ന് വെയിൽ ഒള്ളിച്ചൊന്ന് മടക്കി വെക്കാന്ന് കരുതി. അത് പറഞ്ഞ പാടെ രണ്ടുപേരും എടുത്ത് കൊട്ടയെടുത്ത് പായും എടുത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെ സഹായിക്കും. പിന്നെ ഈ റൂമില് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അലത്തുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ വീട് ആകെ അലോലമായിട്ടാണ് കിടന്നത്. പിന്നെ ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി ഇറക്കി വരികയായിരുന്നു. കാരണം സ്കൂളും കൂടെ തുറക്കാറായപ്പോഴാണ്, നമ്മൾ സ്കൂൾ തുറക്കുന്ന 2 ദിവസം മുന്നേ വന്നത്. അതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് എല്ലാം വൃത്തിയാക്കി. തമ്പുരൂട്ടൻ പിന്നെ എല്ലാ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ കൂടും. കട്ടിൽ നമ്മൾ ചരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ സ്കൂൾ ബാഗും, പിന്നെ ഞങ്ങൾ ആ റൂം എല്ലാം വൃത്തിയാക്കി. തമ്പുരൂട്ടൻ എനിക്ക് തൂത്തൊക്കെ തന്നു. ഒത്തിരി ഒന്നും വൃത്തിയാകത്തില്ല, എന്നാലും നല്ല രീതിയിൽ അവള് തൂത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുണിയെല്ലാം നല്ലപോലെ വെയിൽ കൊണ്ടല്ലോ, അപ്പത്തേക്ക് അതെല്ലാം ഒന്ന് കുടഞ്ഞെല്ലാം മടക്കി വെക്കാന്ന് വെച്ചു. ദേവൂട്ടനാണെങ്കിൽ അവന്റെ ഡ്രസ്സെല്ലാം എടുത്ത് പടി കൊണ്ടിട്ട് മടക്കി വെക്കുകയാണ്. എന്നാലും വേണ്ടില്ലാണ്, ആ കുഞ്ഞിനും തന്നെ അല്ലായതെന്ന് പറഞ്ഞ പോലെ അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവന് ചെയ്തു തന്നെ കേട്ടോ. തമ്പുരു പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്താലും അതിൽ അവളുടെ ഒരു കൈ അവള് പതിപ്പിച്ചിരിക്കും കേട്ടോ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവളിങ്ങനെ ഞാൻ ചെയ്തു തരാം അമ്മ എന്നൊക്കെ പറയും. വലുതാകുമ്പോ ഉണ്ടാവോ എന്തോ, എന്നാലും അവളെ കൊണ്ടാവുന്നല്ലോ അവളും ചെയ്തു തരും കേട്ടോ. അപ്പൊ തുണിയെല്ലാം ഞങ്ങള് വെയിലായിരുന്നു കേട്ടോ നല്ല. അപ്പൊ ഞങ്ങൾ ഇരുന്ന് മടക്കുകയായിരുന്നു കൊട്ടയിലേക്ക്. രണ്ടുപേരുടെയും, അതായത് ഞാൻ രണ്ടുപേരുടെ പ്രസവത്തിനുള്ള കൊട്ടയായിരുന്നു കേട്ടോ. അത് കൊട്ട എന്ന് വെച്ചാൽ ബാസ്ക്കറ്റ്. ഞാൻ തമ്പുരുവിനെ പ്രസവിക്കാൻ പോയപ്പോഴത്തേക്ക് തമ്പുരുവിന് വാങ്ങിയതാണ് ആ നീല ബാസ്ക്കറ്റ്. അവളുടെ വീട്ടിൽ ഇടുന്ന തുണിയല്ല അതിലാണ് വെക്കുന്നത്. പിന്നെ ദേവനെ ഞാൻ പ്രസവിക്കാൻ പോയപ്പോഴത്തേക്ക് അവന്റെ ഉടുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബാസ്ക്കറ്റാണിത്. അപ്പൊ ഈ 2 കൊട്ടകളും അല്ല ഈ 2 ഇതും എന്താ ഒരു ഓർമ്മയാണ് ഇവരുടെ ഇതിനു വേണ്ടി. ഇതുവരെയായിട്ട് ഞാൻ പൊട്ടിക്കാതെ ഇവര് എടുക്കാതെയൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുന്ന കേട്ടോ, വീട്ടിലിടുന്നേക്കിനകത്ത് വെക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നപ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നും വരുമ്പോ ഏട്ടൻ ഉണ്ണിയപ്പം മേടിച്ചിട്ട് വരും കേട്ടോ. വഴിയേരി ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. അപ്പോ ഉണ്ണിയപ്പം കൊണ്ടുവന്നു. ഞാനൊരു വീഡിയോ ഇതിന് ചെയ്യണമെന്ന് ഓർത്തതായിരുന്നു. പിന്നെ ഇന്ന് കൊണ്ടുവന്നപ്പോ ഞാൻ ഓർത്തി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാന്ന് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഇത് 10 എണ്ണം 50 രൂപയാ മറ്റോ അങ്ങാണ്ട, പക്ഷെ സൂപ്പറാണ്. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ എന്നോട് പറഞ്ഞ് നാളെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ. പിന്നെ ഞാൻ ഓർത്തെങ്കിൽ കഴുകി വെക്കാന്ന് വെച്ചു. കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ. കഷ്ണമീനായിരുന്നേ. അപ്പൊ നമ്മള് ഒരുപാടൊന്നും ചെയ്യേണ്ട, അത് വലിയ കഷ്ണമായോണ്ട് ഞാനൊന്ന് ചെറിയ പീസാക്കി നല്ലപോലെ കഴുകി എടുക്കാന്ന് വെച്ചു. അപ്പോൾ അതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഓർത്തു എനിക്ക് വെച്ചേക്കാം. കാരണം ഈ മീനെന്ന് പറഞ്ഞാൽ നമ്മള് കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുത്തുള്ളൂ. എങ്കിൽ ഞാൻ ഓർത്തെങ്കിൽ മീൻ അപ്പോഴേ അങ്ങ് കറി വെച്ചേക്കാന്ന്. അങ്ങനെ ഞാൻ അത് മുളക് കറി ആണ് വെച്ചത്. അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മണി ഒരു 1-1:30 ആയിട്ടുണ്ട് മീൻകറി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ചോറ് കഴിച്ചു. ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് രാവിലത്തെ ബാക്കി അലക്കിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറക്കി
മടക്കിയൊക്കെ വെച്ചു. പിന്നെ തമ്പുരുവിന് വൈകുന്നേരം 3 മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകാനായിട്ട് പിന്നെ ഞങ്ങള് ഒരുങ്ങി ഇറങ്ങി. അപ്പൊ ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഇറങ്ങിയത്. സാധാരണ ട്യൂഷന് വന്നിട്ട് പെട്ടെന്ന് അടുത്താണ് പോകുന്നത്, എന്നാലും ഒരുങ്ങാനൊന്നും സമയം കിട്ടില്ല, പെട്ടെന്ന് ഒന്ന് റെഡി ചെയ്തായി പോത്തേ ഉള്ളൂ. അങ്ങനെ വെയിലുണ്ടായിരുന്നു, 3 മണിയാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. ദേവൂട്ടൻ അവിടെ ഏട്ടനുണ്ടല്ലോ, ഏൽപ്പിച്ചിട്ട് വന്നല്ലേ, അവനുമായിട്ടാ പോകുന്നത്. അങ്ങനെ ദാണ്ട് ട്യൂഷൻ വീട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് തമ്പുരു പഠിക്കുന്നത്. തമ്പുരു അങ്ങനെ എന്റെ അകത്തേക്ക് പോയി. അപ്പൊ എല്ലാരും തമ്പുരുവിന്റെ മുടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മുടി കിട്ടിയത് കൊള്ളാന്നൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു പോയി. പിന്നെ അവളെ കൊണ്ടുവന്ന ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. കൊണ്ടുവന്നപ്പോഴത്തേക്ക് വിശക്കണോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മാമ്പഴം ഇരിപ്പുണ്ടായിരുന്നു, നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ പഴുത്തിട്ടുണ്ടായിരുന്നു. അത് ജ്യൂസ് അടിച്ചു കൊടുത്തപ്പോ അവള് കഴിച്ചില്ല. പിന്നെ അപ്പൊ ഇങ്ങനെ അല്ലാതെ പുളി കൊടുത്തപ്പോഴത്തേക്ക് അവള് കഴിച്ചു. അപ്പൊ വൈകിട്ടായപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു നമുക്ക് പായസം വെക്കാന്ന് പറഞ്ഞു. പായസത്തിന് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളൊരു പായസമൊക്കെ വെച്ചു. അവർക്ക് 3 പേർക്കും കൊടുത്തു. പാൽപ്പായസമായിരുന്നു വെച്ചത് കേട്ടോ, സേമിയ. അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ അത്രയും വീഡിയോസേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം ഏട്ടൻ പിന്നെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറ് കൊടുത്തു. കാരണം എന്നും ആ ഒരു സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ വിളക്ക് നമ്മൾ കെടുത്തി കഴിയുമ്പോഴല്ലേ കൊടുക്കുന്നത്. ഇന്ന് വിളക്ക് കത്തിച്ചിട്ടില്ല, കാരണം പീരീഡ് ആയതുകൊണ്ട് ഞാൻ കത്തിച്ചില്ല. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, മോളാണെങ്കിൽ കത്തിക്കാറൊന്നും ആയില്ലല്ലോ. അപ്പൊ ചോറ് കൊടുത്തു. അവൾ അതിനിടയിൽ ടെക്സ്റ്റ് ഒക്കെ വായിച്ചിരിക്കുകയായിരുന്നു. പിന്നെ സ്കൂളിലേക്ക് പൊതിഞ്ഞ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ പേര് എഴുതി, നെയിം സ്ലിപ്പ് പിടിച്ച് പേര് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അതും കൂടെ ചെയ്യാന്ന്. അങ്ങനെ ഞാനും അവളും കൂടെ എല്ലാം ഒട്ടിച്ച്, അവൾക്ക് ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പ് എല്ലാം ഒട്ടിച്ച് പേരൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റി ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരേക്കും ബൈ.